എൻ്റെ സ്വന്തം മാളൂട്ടിക്ക് ഭാഗം 12. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയായി ജീവിക്കാനോ എൻ്റെ മകൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി തുടരാനോ പിന്നീട് അവൾക്കും താല്പര്യമുണ്ടായിരുന്നില്ല. എൻ്റെ സൂരജിൻ്റെ ശരീരം ചിതയിൽ എരിഞ്ഞമർന്ന് തീരും മുൻപേ അവൾ എൻ്റെ മാളൂട്ടിയെ ഞങ്ങളുടെ കയ്യിലേൽപ്പിച്ച് എന്നേക്കുമായി ആ വീടിൻ്റെ പടിയിറങ്ങി പോവുകയായിരുന്നു. പുതിയ സുഖങ്ങൾ തേടി എല്ലാം ഉപേക്ഷിച്ച് അവൾ ഇവിടം വിട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നപ്പോൾ തിരികെ വിളിക്കാനും തോന്നിയില്ല ഞങ്ങൾക്ക്. അന്നു മുതൽ ഇന്ന് വരെ മാളൂട്ടിയെ നോക്കിയതും വളർത്തിയതും എല്ലാം ഞങ്ങളാണ്. സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് നോക്കി അവൾ ആദ്യമായി പപ്പ എന്ന് വിളിച്ചപ്പോൾ പോലും അതിനെ തിരുത്താൻ ഞങ്ങൾക്കും തോന്നിയില്ല. ആ മനസ്സൊരിക്കലും വേദനിക്കരുതെന്ന് കരുതിയാണ് വിവാഹവും കുടുംബജീവിതവും ഒന്നും വേണ്ടെന്ന് വെച്ച് എൻ്റെ സിദ്ധു ഇപ്പോഴും ഇങ്ങനെ കഴിയുന്നത്. എന്നെങ്കിലും ഒരിക്കൽ മാളൂട്ടിയെ സ്വന്തം മോളായി കരുതുന്ന ആരെങ്കിലും തൻ്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയാൽ മാത്രമേ ഇനി തനിക്കും ഒരു ജീവിതം ഉണ്ടായിരിക്കുള്ളൂ എന്നവൻ ഉറപ്പിച്ചതായിരുന്നു. എന്നാൽ അതിനിടയിലാണ് അപ്രതീക്ഷിതമായി അവൻ്റെയും മാളൂട്ടിയുടെയും ജീവിതത്തിലേക്ക് അശ്വതി വന്നു കയറിയത്. മാളൂട്ടിയോടുള്ള അശ്വതിയുടെ അടുപ്പവും സ്നേഹവും ഒക്കെ കണ്ടപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം അവസാനിക്കുകയാണെന്ന് മനസ്സറിയാതെ പറഞ്ഞുപോയി. സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയ ശേഷം മാലതി ടീച്ചർ ഒരു ദീർഘനിശ്വാസം പുറത്തേക്ക് വിട്ടു. മനസ്സിൽ തിങ്ങി നിറഞ്ഞ ഒരു വലിയ ഭാരത്തെ ഇറക്കി വയ്ക്കാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസമായിരുന്നു ആ മുഖത്തപ്പോൾ നിഴലിച്ചത്. എന്നാൽ അപ്പോഴും ഒന്നും പറയാതെ നിശബ്ദനായി അവിടെ നിന്നിരുന്ന സിദ്ധുവിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയപ്പോൾ അശ്വതിയുടെ കണ്ണുകളും അറിയാതെ നിറഞ്ഞുപോയി. ആരോടും ഒന്നും പറയാനില്ലാതെ നിൽക്കുന്ന സിദ്ധാർത്ഥ് സാറിൻ്റെ ആ നിൽപ്പ് അവളെ ഏറെ വേദനിപ്പിക്കുകയായിരുന്നു. മാളൂട്ടി തൻ്റെ മകളല്ലെന്ന് പറയാൻ ആ മനസ്സ് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ലെന്ന് ആ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അവളോട്. മറ്റൊന്നും പറയാനില്ലാത്ത അവസ്ഥയിൽ അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ ടീച്ചറമ്മയും അവന് പിറകെ അവിടെ നിന്നും പതിയെ ഇറങ്ങി. അവരെല്ലാം പോയതോടെ അത്രയും നേരം അടക്കി പിടിച്ചു നിന്ന തൻ്റെ സങ്കടങ്ങളെല്ലാം ഇറക്കി വെക്കാനായി അശ്വതിയും കണ്ണീരോടെ അകത്തേക്ക് ഓടിക്കയറിയപ്പോൾ അവൾക്ക് പിന്നാലെ ലതമ്മയും ഉള്ളിലേക്ക് കയറി ചെന്നു. ഇതെല്ലാം നോക്കിയും കണ്ടും അവിടെ നിന്നിരുന്ന അനിയൻകുട്ടനോട് 2 വർത്തമാനം പറയാതിരുന്ന ശരിയാവില്ല എന്ന അർത്ഥത്തിൽ അഞ്ജു അവൻ്റെ നേരെ കെർവോടെ ചെന്നെടുത്തു. നിനക്കിപ്പോൾ തൃപ്തിയായി കാണുമല്ലോ അല്ലേടാ? മൂക്കിന് താഴെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് പൂട മുളച്ചു പൊന്തി എന്ന് കരുതി നീ വലിയ ആളാവാനൊന്നും നോക്കണ്ട. ആ പാവത്തിനെ ഇങ്ങനെ ഇട്ട് വിഷമിപ്പിച്ചപ്പോൾ നിനക്ക് ആശ്വാസമായെങ്കിൽ ഇനിയും ഇവിടെ ഇങ്ങനെ കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കാതെ കയറി പോടാകത്തേക്ക്. ചേച്ചിയുടെ കോപത്തിന് കാരണക്കാരൻ താനാണെന്നറിയാവുന്നത് കൊണ്ട് തന്നെ അനിയൻകുട്ടൻ കൂടുതലൊന്നും പറയാതെ അവിടെ നിന്നും അകത്തേക്ക് കയറിപ്പോയി. കുറച്ച് ദിവസങ്ങൾക്കു ശേഷം ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് സിദ്ധാർത്ഥിൻ്റെ കാറിന് മുൻവശത്തായി അനിയൻകുട്ടൻ കൈവീശി കാണിച്ചുകൊണ്ട് വന്നു നിന്നത്. അവനെ കണ്ടതും സിദ്ധാർത്ഥ് തൻ്റെ കാറിനെ റോഡിൻ്റെ അരികിലേക്ക് ചേർത്ത് നിർത്തിയിട്ടു. അതിനുശേഷം അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴേക്കും അനിയൻകുട്ടൻ അവൻ്റെ സമീപത്തേക്ക് എത്തിച്ചേർന്നിരുന്നു. അനിയൻകുട്ടൻ എന്താ ഇവിടെ എന്ന സിദ്ധാർത്ഥ് സാറിൻ്റെ സൗമ്യമായ ചോദ്യം കേട്ടപ്പോൾ അവൻ ആ മുഖത്തേക്ക് നോക്കി നേരെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു. സിദ്ധാർത്ഥേട്ടൻ അങ്ങനെ വിളിച്ചോട്ടെ ഞാൻ? അവൻ സംശയത്തോടെ അത് ചോദിക്കുന്നത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ് പുഞ്ചിരിച്ചുകൊണ്ട് അവന് നേരെയൊന്ന് മൂളിക്കൊടുത്തു. സിദ്ധാർത്ഥേട്ടൻ എന്നോട് ക്ഷമിക്കണം. സത്യം എന്താണെന്ന് അറിയാതെ ഞാൻ അന്ന് എന്തൊക്കെയോ പറഞ്ഞു പോയത്. അത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടൊന്നും ആയിരുന്നില്ല. എൻ്റെ അച്ചുവേച്ചിയെ ഞാൻ അത്രയേറെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട്. കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നതാണ് എൻ്റെ ചേച്ചി. അങ്ങനെയുള്ള എൻ്റെ ചേച്ചിക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. സിദ്ധാർത്ഥേട്ടൻ്റെ നല്ല മനസ്സ് തിരിച്ചറിയാൻ ഞാൻ ഒരല്പം വൈകിപ്പോയി. എൻ്റെ വാക്കുകൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഏട്ടനോട്. തന്നെ നോക്കി തൊഴുകൈകളോടെ നിൽക്കുന്ന അനിയൻകുട്ടൻ്റെ വാക്കുകൾ അന്നേരം സിദ്ധാർത്ഥിനെയും വിഷമിപ്പിക്കുകയായിരുന്നു. അവൻ്റെ കൈകളിലേക്ക് അവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ ഇത് അനിയൻകുട്ട? തൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അപ്പോഴങ്ങനെയൊക്കെ പെരുമാറുള്ളൂ. അതിന് തന്നെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. പിന്നെ ഇക്കാര്യങ്ങളൊന്നും ഞാൻ അശ്വതിയോട് നേരത്തെ പറയാനും ശ്രമിച്ചിരുന്നില്ല. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇപ്പോഴും അശ്വതിക്ക് എന്നോടുള്ള പരിഭവം വിട്ടുമാറാത്തത്. സാരമില്ല. ഏതായാലും അനിയൻകുട്ടൻ്റെ തെറ്റിദ്ധാരണകളെല്ലാം മാറിയല്ലോ. എനിക്ക് അത് മതി. അവൻ്റെ ചുമല് സ്നേഹത്തോടെ ഒന്ന് കൊട്ടിയ ശേഷം അവനോട് യാത്ര പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥ് പുഞ്ചിരിയോടെ തിരികെ കാറിലേക്ക് ഒരുങ്ങുമ്പോഴായിരുന്നു പെട്ടെന്ന് അവൻ അശ്വതിയെ അവിടെ വെച്ച് കണ്ടത്. കാറിൻ്റെ തുറന്ന ഡോറ് തിരികെ വീണ്ടും ക്ലോസ് ചെയ്തുകൊണ്ട് അവൻ അതിശയത്തോടെ അശ്വതിയെ ഒന്ന് നോക്കി. ഞാൻ വന്നത് ഒറ്റയ്ക്കായിരുന്നില്ല.
എൻ്റെ കൂടെ ചേച്ചിയും ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥ് സാറിനെ നേരിൽ കണ്ട് ക്ഷമ ചോദിക്കണമെന്നത് ചേച്ചിയുടെയും കൂടെ ആവശ്യമായിരുന്നു. അതിൽ കാര്യമുണ്ടെന്ന് എനിക്കും തോന്നിയതുകൊണ്ടാണ് ഏട്ടനെ നേരിൽ കാണാൻ ഞാൻ ഇവിടെ തന്നെ കാത്തു നിന്നത്. ഇനി ഏതായാലും നിങ്ങൾ തമ്മിൽ സംസാരിച്ച് എല്ലാം ക്ലിയർ ചെയ്യാൻ നോക്ക്. തൽക്കാലം നിങ്ങൾക്കിടയിലെ ഒരു കട്ടുറുമ്പായി ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. രണ്ടുപേർക്കും നേരെ ഒരു പുഞ്ചിരി തൂകിക്കൊണ്ട് അവൻ തൊട്ടപ്പുറത്ത് മാറ്റി നിർത്തിയിട്ടിരിക്കുന്ന അവൻ്റെ ബൈക്കിലേക്ക് ചെന്ന് കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങുന്നതിന് മുൻപ് അവൻ മറ്റൊരു കാര്യം കൂടി അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും പുഞ്ചിരിച്ചു. അതെ, ഇനി ഇവിടേക്ക് എന്നെ പ്രതീക്ഷിക്കേണ്ട. പരിഭവങ്ങളും പിണക്കങ്ങളും ഒക്കെ പറഞ്ഞു തീർന്ന സിദ്ധാർത്ഥേട്ടൻ തന്നെ എൻ്റെ ചേച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിട്ടാൽ മതി. അപ്പോൾ രണ്ടുപേർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. ആശംസകൾ നൽകിക്കൊണ്ട് അനിയൻകുട്ടൻ അവിടെ നിന്നും തിരിച്ചു പോകുന്നത് നോക്കി രണ്ടുപേരും ആ നിൽപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്നവർ പരസ്പരം മുഖത്തേക്കൊന്ന് നോക്കിയത്. എന്തു പറയണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയാത്ത ഒരവസ്ഥയിൽ നിൽക്കെ പെട്ടെന്ന് സിദ്ധാർത്ഥ് ഒരു സോറി പറഞ്ഞുകൊണ്ട് ആ നിശബ്ദതയ്ക്ക് വിരാമമിട്ടു. അശ്വതി, സോറി. എന്തിന്? എന്നോട് സോറി പറയാൻ മാത്രം സാർ എന്ത് തെറ്റാ ചെയ്തത്? അതല്ലടോ, വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടിയോട് ഒരു വലിയ സത്യം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചവനല്ലേ ഞാൻ. തന്നോടെല്ലാം തുറന്നു പറയേണ്ടത് എൻ്റെ കടമയായിരുന്നിട്ടും അത് മനസ്സിലാക്കാതെ ഞാൻ... വേണ്ട സാർ, ഇവിടെ ഒരു സോറി പറച്ചിൻ്റെയോ കുറ്റബോധത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് ടീച്ചറമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. പക്ഷേ അതൊരിക്കലും സാറിനോടുള്ള വെറുപ്പ് കൊണ്ടായിരുന്നില്ല. മാളൂട്ടിയെക്കുറിച്ച് മാത്രം ഓർത്തുപോയതുകൊണ്ടാണ് ഞാൻ. ആ കുഞ്ഞു മനസ്സ് എല്ലാം അറിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് ഓർത്തപ്പോൾ പെട്ടെന്ന് മനസ്സാകെ കൈവിട്ടതുപോലെ തോന്നിപ്പോയി സാർ. ഇല്ല അശ്വതി, അങ്ങനെയൊരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാലം എല്ലാവരിൽ നിന്നും എല്ലാം മറച്ചു വെച്ച് ജീവിച്ചത്. മാളൂട്ടി എൻ്റെ മോളാ, അതെന്നും അങ്ങനെ തന്നെയായിരിക്കും. അശ്വതിക്കും മാളൂട്ടിയെ സ്വന്തം മോളായി കാണാൻ കഴിയില്ലേടോ. ഇടറിയ സ്വരത്തോടെ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അത് ചോദിച്ചപ്പോൾ അവൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ചുകൊണ്ടവൾ വാക്കു നൽകി. ഇനി മുതൽ മാളൂട്ടി സാറിൻ്റെ മാത്രം മോളല്ല, അവൾ എൻ്റെയും കൂടി മോളായിരിക്കും. മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും പുറത്തേക്ക് വന്ന അവളുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ആത്മസംതൃപ്തി കൈവരിച്ച പോലെ സിദ്ധാർത്ഥ് ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. വീടിനു പുറത്തെ ഗാർഡനിൽ ഇരുന്ന് ഊഞ്ഞാലാടുകയായിരുന്നു മാളൂട്ടി. കാർ പോർച്ചിലേക്ക് വന്നു കയറിയ പപ്പയുടെ കാറിനെ കണ്ട സന്തോഷത്തിൽ അവൾ ഊഞ്ഞാലാടുന്നത് മതിയാക്കി അവിടെ നിന്നും പതിയെ എഴുന്നേറ്റു. സ്കൂളിലേക്ക് പോകാൻ കഴിയാതെയും ഓടിച്ചാടി നടക്കാൻ പറ്റാതെയുമുള്ള സങ്കടവും മടുപ്പുമെല്ലാം അവളെ വല്ലാതെ നിരാശയിലാക്കിയിരുന്നു. അതിനു പുറമെ സിദ്ധാർത്ഥ് ഓഫീസിലേക്ക് കൂടി പോകാൻ തുടങ്ങിയതോടെ അവൾ വല്ലാതെ സങ്കടത്തിലായി മാറി. എന്നാൽ അന്ന് പതിവിലും നേരത്തെ അവൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയ സന്തോഷമായിരുന്നു അവൾക്ക്. ഗാർഡനിൽ നിന്നും വേച്ച് നടന്നു വരുന്ന മാളൂട്ടിയെ കണ്ടാണ് സിദ്ധുവും പെട്ടെന്ന് കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങിയത്. എന്തിനാ മാളൂട്ടി ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത്? റെസ്റ്റ് എടുക്കണമെന്നല്ലേ ഡോക്ടർ അങ്കിൾ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ മാളൂട്ടി അതൊക്കെ മറന്നോ? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. മാളൂട്ടിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല പപ്പ, വെറുതെ ഇരുന്നിട്ട് ഒരു രസമില്ല. മാളൂട്ടിക്കൊപ്പം കളിക്കാൻ ആരുമില്ല. പപ്പ പോയാൽ പിന്നെ ടീച്ചർ മുത്തശ്ശി എപ്പോഴും പണിയെടുത്തോണ്ടിരിക്കും. മാളൂന് സ്കൂളിലേക്കും പോകാൻ കഴിയുന്നില്ല. ഇപ്പോൾ അശ്വതി ആൻറ്റി എന്നെ കാണാൻ വരുന്നില്ല. അപ്പോൾ പിന്നെ മാളൂട്ടി എന്താ ചെയ്യുക? പരിഭവത്തോടെ ആ കുഞ്ഞിക്കവിളുകൾ വീർപ്പിച്ചുകൊണ്ട് അവൻ്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ചുണ്ടിലൊരു പുഞ്ചിരി ഒളിപ്പിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. എന്നാൽ മാളൂട്ടിക്ക് ബോറിംഗ് അല്ലാത്തൊരു കാര്യം ഈ പപ്പ പറയട്ടെ. ഹാ, എന്താ? അവൾ ജിജ്ഞാസയോടെ അവൻ്റെ മുൻപിൽ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ മാളൂട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ പപ്പ നടത്തി തന്നാൽ മാളൂട്ടിയുടെ സങ്കടങ്ങളും അസുഖങ്ങളും എല്ലാം മാറിക്കിട്ടും. ഈ പപ്പയ്ക്കത് ഉറപ്പാണ്. അവളുടെ ക്ഷമയെ കൂടുതൽ നേരം പരീക്ഷിക്കാൻ നിൽക്കാതെ സിദ്ധാർത്ഥ് വേഗം കാറിനകത്തിരുന്ന അശ്വതിയെ പുറത്തേക്ക് ഇറങ്ങുന്നതിനായി സഹായിച്ചു. കാറിൻ്റെ ഡോർ അവൻ പെട്ടെന്ന് തന്നെ അവൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയായിരുന്നു. മാസ്ക് അണിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന അവളെ കണ്ടപ്പോൾ ആശ്ചര്യത്തോടെ ആ കുഞ്ഞി കണ്ണുകൾ ഒന്നുകൂടി വിടർന്നു വരികയായിരുന്നു. അമ്മ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അവൾ അശ്വതിയുടെ അടുത്തേക്ക് ഓടിയെടുത്തപ്പോൾ തൻ്റെ 2 കൈകളും നീട്ടിപ്പിടിച്ച് അശ്വതിയും അവളെ തന്നിലേക്ക് ചേർത്തണച്ചു. അമ്മയുടെ നെഞ്ചിലെ ചൂട് അനുഭവിക്കുന്ന സുഖത്തോടെ മാളൂട്ടി അവളെ കെട്ടിപ്പിടിച്ച് നിന്നപ്പോൾ മറ്റെല്ലാം മറന്നുകൊണ്ട് അശ്വതിയും അവളെ തൻ്റെ മാറിലേക്ക് ചേർത്ത് വെച്ചു. ഇത്രയും ദിവസമായിട്ടും അമ്മ എന്താ എന്നെ കാണാൻ വരാഞ്ഞത്? അശ്വതി ആൻറ്റിയും മാളുവിനെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ട് വന്നതേയില്ല. എല്ലാവരും എന്നെ പറ്റിക്കാലേ? ഇല്ല, ഇനി ആരും എൻ്റെ മാളൂട്ടിയെ പറ്റിക്കില്ല. ദേ, ഈ അമ്മയും മാളൂട്ടിക്ക് വാക്ക് തരുക.
എൻ്റെ മാളുവിനെ ഞാൻ ഇനി ഒരിക്കലും പറ്റിക്കാൻ ശ്രമിക്കില്ല. സത്യം. അവൾക്ക് വാക്കു നൽകിയതിനു ശേഷം മാളൂട്ടിയുടെ മുൻപിൽ നിന്ന് പതിയെ ആ മാസ്ക് ഊരിയെടുത്തുകൊണ്ട് അശ്വതി തൻ്റെ മുഖം അവൾക്ക് വെളിപ്പെടുത്തിയപ്പോൾ ആ കുഞ്ഞിക്കണ്ണുകളിലെ തിളക്കവും അത്ഭുതവും ഒന്നുകൂടി വർദ്ധിച്ചു വരുന്നത് അവൾ ആകാംക്ഷയോടെ നോക്കി കാണുകയായിരുന്നു. തൻ്റെ അമ്മയായി വന്നത് അശ്വതി ആൻ്റി ആണെന്ന് തിരിച്ചറിഞ്ഞ ഭാവത്തിൽ അവൾ തൻ്റെ തൊട്ടരികിൽ നിൽക്കുന്ന സിദ്ധാർത്ഥിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അശ്വതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ അത്ഭുതത്തോടെ വിളിച്ചു പറഞ്ഞു, പപ്പാ, ആൻറ്റിയാ, ആൻറ്റിയാ ഈ മാളുവിൻ്റെ അമ്മ. എല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന അവൻ അതേ എന്ന അർത്ഥത്തിൽ അവളോടൊന്ന് തലയാട്ടി കൊടുത്തു. അതിനുശേഷം മാളുവിൻ്റെ ചെവിയോരത്ത് വന്ന് നിന്നുകൊണ്ട് അവൻ പതിഞ്ഞ സ്വരത്തോടെ അവളോടൊരു സ്വകാര്യം പറഞ്ഞു. പപ്പയും അമ്മയും തമ്മിലുള്ള പിണക്കൊക്കെ മാറിയിട്ടോ. ഇനി അമ്മയെ നമുക്ക് നമ്മുടെ കൂടെ തന്നെ കൂട്ടാം, അല്ലേ മാളുട്ടി? അവനത് പറഞ്ഞു തീരുന്നതിന് മുൻപേ മാളു അവൻ്റെ കഴുത്ത് ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആ കവിളിൽ നിറയെ മുത്തങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. ആ കാഴ്ച കണ്ട സംതൃപ്തിയിൽ അശ്വതിയും അപ്പോൾ അവർക്കിടയിലേക്ക് ചെന്ന് നിൽക്കുകയായിരുന്നു. അത് ശരി, മാളുട്ടി അപ്പോൾ പപ്പയ്ക്ക് മാത്രമേ മുത്തം കൊടുക്കുള്ളൂ, ഈ അമ്മയ്ക്കില്ലേടാ? അല്പം അസൂയയും സ്നേഹവും കലർന്ന അവളുടെ പരിഭവം കണ്ട് ചുണ്ടിലൂറിയ ചിരിയെ സിദ്ധാർത്ഥ് വീണ്ടും ഒളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവളെ ഒന്ന് നോക്കി. അപ്പോഴേക്കും മാളുട്ടി അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ പരാതി തീർക്കും വിധത്തിൽ തുരുതുരേ മുത്തങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. മാളു പറഞ്ഞില്ലേ അന്ന് അമ്മയോട്, അശ്വതി ആൻറ്റിയുടെ അതേ മണ എൻ്റെ അമ്മയ്ക്കെന്ന്? ഇപ്പം അത് സത്യമായില്ലേ? അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ഉറക്കെ അത് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിക്കണ്ണുകളെ തെരഞ്ഞ സന്തോഷത്തിന് അന്നേരം അതിരുകൾ ഉണ്ടായിരുന്നില്ല. അവളുടെ മുഖത്ത് വിടർന്നു വന്ന പുഞ്ചിരിയിൽ സിദ്ധാർത്ഥിൻ്റെയും അശ്വതിയുടെയും മനസ്സന്നേരം ശാന്തമാവുകയായിരുന്നു.